എന്താ അവന്റെ പേര്? മുഴുവൻ പേരറിയില്ല സാർ. നമ്മളുടെ ഫയലിലാകെ മെൻഷനുള്ളത് ഏതോ ഒരു ബോംബെ ഷൂട്ടർ എന്നാണ് സാർ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിലെ ടൂറിസ്റ്റ് ബസ്സാണ്. മലപ്പുറം കൊടക്കാടുള്ള ലെജൻഡ് ഹോളിഡേസിന്റെ പുത്തൻ പുതിയ അശോക് ലെലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിൽ പ്രകാശ് നിന്ന് ഇറങ്ങിയിട്ടുള്ള ബസ്സാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ പ്രകാശിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെഡോൺ ലുക്കിലാണ് ലെജൻഡ് ബസ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന ATP ബസ്സുകളെല്ലാം സെഡസ്ത്ര കൗളിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ബസ് ദ ലെജൻഡ് സെഡോൺ കൗളിലാണ്. അപ്പൊ നമുക്ക് ഈ ബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഫ്രണ്ട് ലുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ പ്രകാശിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൗളാണ് സെഡോൺ കൗള്. ആ ഒരു ലുക്കിലാണ് നമ്മുടെ ലെജൻഡ് ഹോളിഡേസ് ഈ പുതിയ ATP ബസ് ഇറങ്ങിയിട്ടുള്ളത്. നോർമൽ ആയിട്ടുള്ള കൊമ്പുകൾ മിറേഴ്സ് ആണ് ഇതിന് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഓവറോൾ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത്. അശോക് ലെലാൻഡ് വൈക്കിംഗ് 12 മീറ്റർ ചേസിലുള്ള ബസ്സാണ്. 200 HP പവറും 700 Nm ടോപ്പും ആണ് ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസ് വരുന്നത്. H സീരീസ് എഞ്ചിനാണ് അശോക് ലെലാൻഡ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ലെലാൻഡിന്റെ ഡീഫോൾട്ട് ടയർ സൈസ് 295/80 22 സൈസിലുള്ള MRF ടയർസ് ആണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഇതിന്റെ ബാറ്ററി ബോക്സിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ 2 ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ലഗേജ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് സ്പെയർ വീലിന്റെ ഓപ്പണിംഗ് വരുന്നുണ്ട്. അതുപോലെ ബാക്കിലെ ടയർ ചെയ്തിട്ടുള്ള മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് 2 ലഗേജ് ഏരിയ വീലിന്റെ ബാക്കറ്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ ലഗേജ് ഏരിയാസ് എല്ലാം ഇപ്പൊ പ്രകാശ് ഇറങ്ങുമ്പോൾ തന്നെ ഫുള്ളി ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഈ ഒരു ബാക്ക് ഏരിയ ഫുൾ ആയിട്ട് ഒരു വലിയൊരു ഡിക്കി സ്പേസ് ആണ് നമുക്ക് ഇതിന്റെ അടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഈ ഒരു ഡിക്കി സ്പേസിലാണ് ഇതിന്റെ ആഡ്രോ ടാങ്ക് വരുന്നത്. 25 ലിറ്റർ ആണ് ആഡ്രോ ടാങ്കിന്റെ കപ്പാസിറ്റി. ഈ ഒരു ഡിക്കി സ്പേസ് കഴിഞ്ഞിട്ട് ഈ ഒരു ഡിക്കി സ്പേസ് ആണ് ഇതിന്റെ ഡീസൽ ടാങ്ക് വരുന്നത്. 245 ലിറ്റർ ആണ് ഇതിന്റെ ഡീഫോൾട്ട് ഡീസൽ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി ലെജൻഡ് ബാക്ക് കൗൾ പ്രകാശിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സെഡോൺ കൗളിലാണ് ഇതിന്റെ ബാക്ക് ചെയ്തിട്ടുള്ളത്. ആ കൗൾ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രകാശിന്റെ ബാഡ്ജിങ് അവിടെ കാണാം. അതുപോലെ ഇവിടെ വലിയൊരു ഡിക്കി സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ബാക്ക് വീലിന്റെ പുറകിലേക്ക് ഫുൾ ആയിട്ട് വലിയൊരു ഡിക്കി സ്പേസ് ആണ് പ്രകാശിനുള്ള ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ബസ്സുകൾക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലഗേജ് ഏരിയ ഇതിനുള്ളിൽ വരുന്നുണ്ട്. എല്ലാ ഡിക്കി സ്പേസും ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിന്റെ ബാക്കിലായിട്ട് ആ ഒരു ഗ്രാഫിക്സ് വർക്ക് കൂടെ വന്നപ്പോൾ വളരെ മനോഹരമാക്കിയിട്ടാണ് ലെജൻഡ് ഇത് ബസ് ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഗ്രാഫിക്സ് പെയിന്റിംഗ് അല്ല സ്റ്റിക്ക് വർക്കിലാണ് ചെയ്തിട്ടുള്ളത്. റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പോയിൽ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഗ്രാഫിക്സ് ആണ്. അടൂരുള്ള സിഗ്നേച്ചർ ആർട്സ് ആണ് ഈ ഒരു ഗ്രാഫിക്സ് ലെജൻഡ് ഹോളിഡേസിനോട് ചെയ്തിട്ടുള്ളത്. നല്ല മനോഹരമായ ലിവറിയാണ്. അതിന്റെ സെൻട്രലായിട്ട് ഡാനി എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ലെജൻഡിന്റെ മുമ്പുണ്ടായിരുന്ന 2 കളർ വണ്ടിയുണ്ട്, ഡോണും അതുപോലെ മാഫിയയും. അതുപോലെ ആ ഒരേ സ്റ്റൈലിൽ തന്നെയാണ് ഈ ഡാനി എന്നുള്ള പേര് എഴുതിയിട്ടുള്ളത്. നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനി പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഡ്രൈവർ ക്യാബിൻ. ലെജൻഡിന്റെ നല്ല മനോഹരമായ സ്റ്റിയറിംഗ് വീലൂടെ കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. അതുപോലെ ഈ ഭാഗത്തായിട്ട് ഇതിന്റെ പവർ സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഡ്രൈവർക്ക് ഒരു USB ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മുടെ CCTVയുടെ ഔട്ട്പുട്ട്, ഇവിടെ ഇന്റീരിയർ ലൈറ്റുകളുടെ സ്വിച്ചുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC-യുടെ യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. അതുപോലെ ഗിയർ 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയർ ആണ് വരുന്നത്. ക്ലച്ചിന്റെ ഡയമീറ്റർ 380 mm ഡയമീറ്റർ ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കുന്ന എല്ലാം ATP പ്രകാശ് വരുന്ന ബസ്സിനെക്കാളും കുറച്ച് വ്യത്യസ്തപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ ഒരു ഡാഷ്ബോർഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഷേപ്പുകളും കാര്യങ്ങളൊക്കെ ആ യൂണിറ്റ് ക്ലസ്റ്റർ വെച്ചതിനൊക്കെ കുറച്ചൊരു വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡ്രൈവർ സീറ്റ് നല്ല മനോഹരമായ കംഫർട്ടുള്ള ഹെഡ് റെസ്റ്റോട് കൂടിയ നല്ല മനോഹരമായ ഡ്രൈവർ സീറ്റ് ആണ് ലെജൻഡിന്റെ ഡീഫോൾട്ട് ആയിട്ട് ചേസിൽ വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു ഡ്രൈവർ ക്യാബിന്റെ ലുക്ക് വരുന്നത്. പുഷ് ബാക്ക് കംഫർട്ടുള്ള ടോട്ടൽ 45 സീറ്റുകളാണ് ഇതിനുള്ളിൽ പ്രകാശ് ലെജൻഡിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. ഇറങ്ങുന്ന എല്ലാ ATP ബസ്സുകളും ഇപ്പോൾ 2x2 ഫോർമാറ്റിലാണ് ഇറങ്ങുന്നത്. നമുക്കിനി സീറ്റ് കംഫർട്ടിലേക്ക് നോക്കാം. ഇതിന്റെ റിക്ലൈനിങ് ഇതാ. ഇത്രയധികം റിക്ലൈനിങ് ഈ ഒരു സീറ്റിന് പ്രകാശ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങത്തക്ക രീതിയിലാണ് ഈ ഒരു സീറ്റിന്റെ കംഫർട്ട് വരുന്നത്. നോക്കിയൊക്കെ ഇത്രത്തോളം റിക്ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 2 സീറ്റിനായിട്ട് 3 ആംറസ്റ്റ് വരുന്നുണ്ട്. കൂടാതെ ലെഗ് സപ്പോർട്ട്, ബോട്ടിൽ ഹോൾഡറും ഫയർ ബോർഡറും എല്ലാം ഫ്രണ്ടിലെ സീറ്റിലായിട്ട് വരുന്നുണ്ട്. ഈ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ AC വെന്റ്, 2 റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. കൂടാതെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB ചാർജിംഗ് പോർട്ടും ഇതിന്റെ ബെർത്തിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും ഫ്രണ്ട് സീറ്റ് വരുന്നത് നല്ല മുമ്പിലായിട്ടാണ് വരുന്നത്. അപ്പൊ താഴത്തെ ഫ്ലോർ ഒരു
താഴ്ന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഗാങ് വേ താഴ്ന്ന് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു സംഭവം കൂടെ പ്രകാശ് നമുക്ക് അവിടുത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നൊന്നോട്ടെ ചേട്ടാ. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് കാലൊക്കെ വേണ്ടിയിട്ട് അഡീഷണൽ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഈ സാധനം എടുത്ത് മാറ്റുകയും ചെയ്യാം. അത് ഇങ്ങനെ ഒരു സംഭവമായിട്ട് പ്രകാശ് ഇപ്പം എല്ലാ വണ്ടികളും ചെയ്തു വരുന്നുണ്ട്. നമ്മളിത് വന്നിട്ടുള്ളത് ലെജൻഡ് ഹോൾഡേഴ്സിൻ്റെ കൊടക്കാടുള്ള ഓഫീസും ഗ്യാരേജും അവിടെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബസ്സുകളുണ്ട് ലെജൻഡിൻ്റെ. ആ ബസ്സുകളോട് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇവിടെ ആയിട്ട് ഇവരുടെ ഏറ്റവും പുതിയ ഇതിലേക്ക് വന്നിട്ടുള്ള അർബാനിയ കാണാം. 17 സീറ്ററാണ്. എൻ്റെ എഡിഷനെ കൊടുത്തിരിക്കുന്നത് ദ ലൂക്ക. ഇതാ ഇവിടെ ആയിട്ട് സെഡോൺ ലുക്കിലുള്ള BS4 ലൈലാൻഡ് ചേസുള്ള വണ്ടി. അതിൻ്റെ എഡിഷൻ നെയിം ദ കാർലോ. BS4 ബസ്സുകളുടെ ഉണ്ട്. ഇത് നമ്മുടെ വെഗ അപ്ഡേറ്റ് ചെയ്ത ലുക്കിലുള്ള BS4 ബസ്സാണ്. ഇതിൻ്റെ എഡിഷൻ നെയിം വന്നിട്ട് ദ ബ്ലാക്ക് മാൻ എന്നുള്ളതാണ്. അതുപോലെ ഇപ്പുറത്തായിട്ട് സെഡസ്ത്ര ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു BS4 ബസ് ഉണ്ട്. അതിൻ്റെ എഡിഷൻ നെയിം ദ പാബ്ലോ എസ്കോബാർ. ഇനി ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് രണ്ടെണ്ണം ഉള്ളത് BS6 ചേസിലുള്ള 2 ബസ്സുകളാണ്. ഒന്ന് സെഡോൺ ലുക്കിലും ഒന്ന് സെഡസ്ത്ര ലുക്കിലുമാണ്. സെഡോൺ ലുക്കിലുള്ളത് ലൈലാൻഡ് BS6 ബസ്സാണ്. അതിൻ്റെ എഡിഷൻ നെയിം ദ ഡോൺ എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് വോൾവോ ഐഷർ ചേസിലുള്ള ബസ്സാണ്. അതിൻ്റെ എഡിഷൻ നെയിം ദ മാഫിയ. BS6 ചേസിലുള്ള വോൾവോ ഐഷറും ലൈലൻഡും ഈ 2 ബസ്സുകളുടെ എഡിഷൻ നെയിം കണ്ടിട്ട് നിങ്ങൾക്ക് മുൻ പരിചയം തോന്നുന്നുണ്ടോ? ദ ഡോൺ, ദ മാഫിയ. ഇവരുടെ 2 ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള 2 ബസ്സുകളുണ്ടായിരുന്നു. ദ ഡോണും ദ മാഫിയയും. ബാക്ക് ലുക്കിലേക്ക് നോക്കിയാൽ ഈ ബസ് ഒഴിച്ച് ബാക്കി എല്ലാ ബസ്സുകളും സെഡോൺ കൗളിലാണ് ബാക്ക് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെയാണ് ഇപ്പം പുതിയ AITP പെർമിറ്റുള്ള ബസ്സും ലെജൻഡ് ഹോൾഡേഴ്സ് ഇറക്കിയിട്ടുള്ളത്. അപ്പം നമ്മളുള്ളത് രാമനാട്ടുകര ലൈലാൻഡ് TVSലാണ്. അപ്പം നമ്മുടെ കൂടെ ലെജൻഡിന്റെ 2 സ്റ്റാഫ്സ് ഉണ്ട് ഇവിടെ. ഇവരെ നമുക്ക് പരിചയപ്പെടാം. എന്താ പേര്? ഷമീല്. വീട് ഷമീർ. വീട് ചെമ്മാടാണ്. ഓക്കെ. ലെജൻഡിന്റെ ഏത് ബസ്സിലാണ്? മാഫിയയിലാണ്. ഓക്കെ. ഇനി അടുത്തൊരാള് പേര് മൊഹമിൽ. വീട് പള്ളിക്ക് ബസാറ്. ഓക്കെ ഓക്കെ. ഇതിന്റെ സാരഥിയാണോ? ഇതിന്റെ കൂടെ ഉള്ളതാണല്ലേ? ആ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ബസ്സിന്റെ ലുക്ക് വൈസ്? എങ്ങനെയുണ്ട്? ഒന്നും പറയാനല്ല, പൊളി. അപ്പൊ എല്ലാ ആശംസകളും. ഇനിയും ഇതുപോലെ ഒരുപാട് AITP ബസ്സുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം വിജിൻ നിലമ്പൂർ.